പ്ലാറ്റിപ്പസ് എന്ന ജീവി ലോകത്തിലെ ഏറ്റവും അതുല്യമായിട്ടുള്ള സസ്തനികളിൽ തുടരുകയാണ്. പുതിയ ഗവേഷണങ്ങളും പരിസ്ഥിതി പഠനങ്ങളും പ്ലാറ്റിപ്പസിൻ്റെ ജീവൻ നിലനിൽപ്പിനും പരിണാമപരമായിട്ടുള്ള പ്രത്യേകതകൾക്കും കൂടുതൽ വെളിച്ചം വീശുകയാണ്. ഇപ്പോൾ നടക്കുന്ന പ്രധാന ഗവേഷണങ്ങളൊന്നാണ് ജലപരിസ്ഥിതിയുടെ പ്രാധാന്യം സംബന്ധിച്ചിട്ടുള്ള പഠനം. ഓസ്ട്രേലിയയിലെ മൊറി ഡാർലിംഗ് ബസിൻ പ്രദേശങ്ങളിൽ നടന്ന പുതിയ പഠനങ്ങൾ പ്രകാരം നദികളിൽ പരിസ്ഥിതി ആവശ്യങ്ങൾക്കായിട്ട് വെള്ളം വിട്ടു നൽകുന്നതിന് പ്ലാറ്റിപ്പസുകളുടെ നിലനിൽപ്പിന് നിർണായകരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രദേശങ്ങളിൽ നടന്ന പുതിയ പഠനങ്ങൾ പ്രകാരം നദികളിൽ പരിസ്ഥിതി ആവശ്യങ്ങൾക്കായിട്ട് വെള്ളം വിട്ടു നൽകുന്നത് പ്ലാറ്റിപ്പസുകളുടെ നിലനിൽപ്പിന് നിർണായകരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വളർച്ച കാലങ്ങളിൽ പോലും ഈ രീതികൾ പ്ലാറ്റിപ്പസുകളുടെ ആരോഗ്യവും ജനസംഖ്യയും നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നതായിട്ട് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ അതിഥി പ്ലാറ്റിപ്പസ് എന്ന് പറയുന്ന ജീവിയാണ്. പ്ലാറ്റിപ്പസ് ലോകത്തിലെ ഏറ്റവും വിചിത്രവും അതുല്യവുമായിട്ടുള്ള സസ്തനികളിലൊന്നാണ്. മുട്ടയിടുന്ന സസ്തനി ആയതിനാൽ തന്നെ ഇത് ശാസ്ത്രലോകത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. താറാവിൻ്റെ കൊക്കും ഓട്ടറിൻ്റെ ശരീരവും ബീവറിൻ്റെ വാലും പോലുള്ള സവിശേഷതകൾ ഈ ജീവിയെ വ്യത്യസ്തമാക്കുന്നുണ്ട്. പ്ലാറ്റിപ്പസിൻ്റെ ശാസ്ത്രീയ നാമം ഓർണിത്തോറിങ്കസ് അനാറ്റിനസ് എന്നാണ്. ഈ പേര് ഗ്രീക്ക് ഭാഷയിൽ നിന്നിട്ടാണ് വന്നത്. ഓർണിത്തോ എന്നത് പക്ഷി എന്നതും റോയിന്തസ് എന്ന് പറയുന്നത് മൂക്കെന്നും അനാറ്റിനസ് എന്ന് പറയുന്നത് താറാവിനോട് സാമ്യമുള്ളത് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് പ്ലാറ്റിപ്പസിന്റെ രൂപസവിശേഷതകളെ വ്യക്തമാക്കുന്നുണ്ട്. പ്ലാറ്റിപ്പസ് എന്നത് ഓർണിത്തോറിങ്കിഡെ എന്ന കുടുംബത്തിൽ പെടുന്നുണ്ട്. ഈ കുടുംബത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക ജീവിയാണ് പ്ലാറ്റിപ്പസ്. അതിനാൽ തന്നെ ഇതൊരു ലീവിംഗ് ഫോസിൽ എന്ന നിലയിലും പരിണമിക്കപ്പെടുന്നുണ്ട്. മൊണാട്രിമാറ്റ എന്ന ഓർഡറിൽ പെടുന്നുണ്ട്. ഈ വിഭാഗത്തിലെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് മുട്ടയിടുന്ന സസ്തനികളാണ്. അതുപോലെ തന്നെ അവയ്ക്ക് ശരീരത്തിൽ രോമങ്ങൾ ഉണ്ടാവും, കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടും. ഈ ഓർഡറിൽ പ്ലാറ്റിപ്പസിനോടൊപ്പം എക്കിഡ്ന എന്ന് പറയുന്ന മറ്റൊരു ജീവിയും ഉൾക്കൊള്ളുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റിപ്പസ് എന്നതൊരു സാധാരണ സസ്തനിയല്ല, മറിച്ച് അതിന്റെ ശാസ്ത്രീയ നാമം, കുടുംബം, ഓർഡർ എന്നിവ പരിശോധിക്കുമ്പോൾ അത് ഒരു പ്രകൃതിയുടെ ഒരു അത്ഭുത സൃഷ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മുട്ടയിടുകയും പാലൂട്ടുകയും ചെയ്യുന്ന ഈ ജീവി ശാസ്ത്രലോകത്തിൽ ഒരു അതുല്യമായിട്ടുള്ള മാതൃകയാണ്. ഇനി നമുക്ക് ഈ പ്ലാറ്റിപ്പസിന്റെ പൂർവികരും പരിണാമത്തിന്റെ ആരംഭവും സംബന്ധിച്ചിട്ടുള്ള കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ പ്ലാറ്റിപ്പസ് ഭൂമിയിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള സസ്തനികൾ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതുൾപ്പെടുന്ന മൊണാട്രിയം വിഭാഗം മുട്ടയിടുന്ന സസ്തനികളാണ്. കൂടാതെ ഇവയുടെ പരിണാമ ചരിത്രം വളരെ പഴക്കമുള്ളതാണ്. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ പ്ലാറ്റിപ്പസിന്റെ പൂർവികർ ഏകദേശം 160-200 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഡൈനോസറുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് രൂപം കൊണ്ടത്. ഈ പൂർവികർ പല്ലികളും സസ്തനികളും തമ്മിലുള്ള ഇടനില ഘട്ടത്തിലുള്ള ജീവികളായിരിക്കാം. അതിനാൽ തന്നെ പ്ലാറ്റിപ്പസ് ഇന്നും ചില റെപ്റ്റൈൽ സ്വഭാവങ്ങളും മാമൽ സ്വഭാവവും ഒരുമിച്ച് കാണിക്കാറുണ്ട്. പ്ലാറ്റിപ്പസിന്റെ പരിണാമത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ചില സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ സാധാരണ സസ്തനികൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവയാണ്. എന്നാൽ പ്ലാറ്റിപ്പസ് മുട്ടയിടുകയാണ് ചെയ്യുന്നത്. ഇത് റെപ്റ്റൈൽസിന്റെ പൂർവികരുമായിട്ട് ബന്ധം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുട്ടയിടുകയാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്നുണ്ട്. ഇത് മാമൽസിൻ്റെ സവിശേഷതയാണ്. പ്ലാറ്റിപ്പസിൻ്റെ കൊക്ക് വെള്ളത്തിനടിയിലെ വൈദ്യുത സിഗ്നലുകൾ കണ്ടെത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇത് ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി അവയെ സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രായപൂർത്തിയായിട്ടുള്ള പ്ലാറ്റിപ്പസിന് പല്ലുകളില്ലായിരിക്കും. പകരം ഭക്ഷണം ചവയ്ക്കുവാൻ പ്രത്യേകമായിട്ടുള്ള പ്ലേറ്റുകളാണ് ഇവ ഉപയോഗിക്കുന്നത്. പ്ലാറ്റിപ്പസിൻ്റെ പുരാതനമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ ഫോസിലുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സ്റ്റെറോപോഡൻ ഗൽമാനി എന്ന് പറയുന്ന ഫോസിലുണ്ട്. ഇത് ഏകദേശം 100 ദശലക്ഷം വർഷം പഴക്കമുള്ള ഒരു പ്രാചീനമായിട്ടുള്ള മൊണാസ്ട്രിയുമാണ്. അടുത്താണ് അബ്ഡുറോഡൻ എന്ന് പറയുന്ന ഫോസിൽ. ഇത് ഇന്നത്തെ പ്ലാറ്റിപ്പസിനോട് വളരെ സാമ്യമുള്ള ഒരു പൂർവ്വ ജീവിയായിരുന്നു. പക്ഷേ ഇതിൽ പല്ലുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഫോസിലുകൾ പ്ലാറ്റിപ്പസ് വളരെ കുറച്ച് മാറ്റങ്ങളോടെ ഇന്നും തന്നെ നിലനിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പ്ലാറ്റിപ്പസ് പ്രധാനമായിട്ടും ഓസ്ട്രേലിയയിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഇത് ഒരിക്കൽ ഗോണ്ട്വാന എന്ന പ്രാചീന ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശമാണ്. ഈ ഭൂഖണ്ഡത്തിൻ്റെ വിഭജനത്തോടെ പ്ലാറ്റിപ്പസ് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ തുടരുകയും മറ്റ് സസ്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വികസിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റിപ്പസ് ഒരു ജീവിച്ചിരിക്കുന്ന ഫോസിൽ എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരു അപൂർവമായിട്ടുള്ള ജീവിയാണ്. അതിൻ്റെ പൂർവികർ വളരെ പഴക്കമുള്ള കാലഘട്ടത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതും റെപ്റ്റൈൽസിനും മാമൽസിനും ഇടയിലെ ഒരു ജീവിച്ചിരിക്കുന്ന ബന്ധം പോലെ ഇന്നും നിലനിർത്തുകയാണ്. ഇത് പ്രകൃതിയുടെ പരിണാമ ചരിത്രത്തെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു അതുല്യമായിട്ടുള്ള ഉദാഹരണമാണ്. കുറച്ച് രസകരമായിട്ടുള്ള വസ്തുക്കൾ ഈ പ്ലാറ്റിപ്പസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്ലാറ്റിപ്പസ് ഭൂമിയിലെ ഏറ്റവും വിചിത്രവും അതുല്യവുമായിട്ടുള്ള സസ്തനികളിലൊന്നാണ്. താറാവിൻ്റെ കൊക്ക്, ഓട്ടറിൻ്റെ ശരീരം, ബീവറിൻ്റെ വാൽ എന്നിവയൊക്കെ ഒരുമിച്ചുള്ള ഈ ജീവി ശാസ്ത്രലോകത്തിൻ്റെ പ്രകൃതി പ്രേമികളെയൊക്കെ ഒരുപോലെ ആകർഷിക്കുന്നുണ്ട്. അതിന് ചില രസകരമായിട്ടുള്ള വസ്തുക്കൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഇത് മുട്ടയിടുന്ന സസ്തനി എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പ്ലാറ്റിപ്പസ് എന്നത് സാധാരണ സസ്തനികളെ പോലെ തന്നെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നില്ല, പകരം മുട്ടയിടുന്ന സസ്തനിയാണ്. ഇത് മൊണാട്രിയം വിഭാഗത്തിൽ പെടുന്നതിനാലാണ് ഈ പ്രത്യേകത ഇവയ്ക്കുള്ളത്. പിന്നെ വൈദ്യുത സിഗ്നലുകൾ തിരിച്ചറിയാനുള്ള കഴിവാണ്. പ്ലാറ്റിപ്പസിന്റെ കൊക്ക് വളരെ പ്രത്യേകതയുള്ളതാണ്. ഇത് വെള്ളത്തിനടിയിൽ ജീവികളുടെ ചലനങ്ങളിൽ നിന്നുണ്ടാകുന്ന ചെറു വൈദ്യുത സിഗ്നലുകൾ കണ്ടെത്താൻ വേണ്ടി കഴിയുമെന്നാണ്. ഈ കഴിവ് ഉപയോഗിച്ച് ഇര പിടിക്കുവാനാണ് ഇത് സഹായിക്കുന്നത്. പിന്നെ ഒരു വിഷമുള്ള സസ്തനി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പ്ലാറ്റിപ്പസ് ലോകത്തിലെ കുറച്ച് വിഷമുള്ള സസ്തനികളിൽ ഒന്നാണ്. അത് ആൺ പ്ലാറ്റിപ്പസിന്റെ കാലിൽ ചെറിയ സ്പെർ ഉണ്ടാവും. ഇത് വിഷം നിറഞ്ഞിരിക്കും. ഇത് ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. പിന്നെ പാൽ ഉൽപാദനം എന്നാണ്. എന്നാൽ ഇതിന് സ്തനഗ്രന്ഥികൾ ഉണ്ടാവത്തില്ല. പ്ലാറ്റിപ്പസ് കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്നുണ്ടെങ്കിലും സാധാരണ സസ്തനികളെ പോലെ
പോലെ സ്തനഗ്രന്ഥികൾ ഇവയ്ക്കില്ല. പാല് തൊഴിയിലൂടെ പുറത്തു വരികയും കുഞ്ഞുങ്ങൾ അത് നക്കി കുടിക്കുകയുമാണ് ചെയ്യുന്നത്. പിന്നെ ഇത് മികച്ച നീന്തൽക്കാരാണിവ. പ്ലാറ്റിപ്പസ് വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടി വളരെ അതുല്യമാണ്. അതിൻ്റെ കാലുകൾ വെബ്ഡ് ചെയ്തതാണ്. അതിനാൽ തന്നെ ഇത് മികച്ച ഒരു നീന്തൽക്കാരനാണ്. പിന്നെ ഇവയുടെ കണ്ണും ചെവിയും അടച്ച് നീന്താൻ വേണ്ടിയുള്ള കഴിവുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. പ്ലാറ്റിപ്പസ് വെള്ളത്തിനടിയിൽ പോകുമ്പോൾ കണ്ണുകളും ചെവികളും ഒക്കെ അടയ്ക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇത് മുഴുവൻ ആശ്രയിക്കുന്നത് അതിൻ്റെ കൊക്കിലെ സെൻസറുകളിലാണ്. പിന്നെ തണുത്ത രക്തം പോലെയുള്ള ശരീര താപനിലയായിരിക്കും ഇവയ്ക്ക്. പ്ലാറ്റിപ്പസിൻ്റെ ശരീര താപനില സാധാരണ സസ്തനികളെക്കാൾ വളരെ കുറവാണ്. ഏകദേശം 32 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇത് അതിൻ്റെ പ്രാചീന സ്വഭാവത്തിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ പ്രാചീനമായിട്ടുള്ള പല സവിശേഷതകളും ഇവയ്ക്കുണ്ട്. പ്ലാറ്റിപ്പസ് ഒരു ലീവിംഗ് ഫോസിൽ എന്ന നിലയിൽ അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ ശരീരഘടനയിൽ റെപ്റ്റൈൽസിനും മാമൽസിനുമുള്ള സവിശേഷതകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്ലാറ്റിപ്പസ് പ്രധാനമായിട്ടും ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന ഒരു അപൂർവമായിട്ടുള്ള ജീവി ഒന്നാണ് അടുത്തൊരു പ്രത്യേകത. ലോകത്തിൻ്റെ മറ്റെവിടെയും സ്വാഭാവികമായിട്ട് നമുക്ക് ഇവയെ കാണാൻ വേണ്ടി സാധിക്കത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റിപ്പസ് എന്നൊരു സാധാരണമായിട്ടുള്ള ജീവിയല്ല, മറിച്ച് പ്രകൃതിയുടെ അതുല്യ സൃഷ്ടിയാണ്. മുട്ടയിടൽ, വൈദ്യുത സിഗ്നലുകൾ തിരിച്ചറിയൽ, വിഷമുള്ളത് തുടങ്ങിയ സവിശേഷതകൾ ഇതിനെ ലോകത്തിലെ ഏറ്റവും രസകരമായിട്ടുള്ള ജീവികളായിട്ട് മാറ്റുന്നുണ്ട്. നമുക്ക് ഈ പ്ലാറ്റിപ്പസിൻ്റെ ശാരീരികമായിട്ടുള്ള സവിശേഷതകളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്ലാറ്റിപ്പസിൻ്റെ പ്രകൃതിയിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ള സസ്തനികൾ ഒന്നായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ ശരീരഘടന പല ജീവികളുടെ സവിശേഷതകൾ ഒരുമിച്ചുള്ളതുപോലെയാണ്. അതിനാൽ തന്നെ ഇത് ശാസ്ത്രജ്ഞർക്കും പ്രകൃതി പ്രേമികർക്കും ഏറെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്. പ്ലാറ്റിപ്പസിന് സാധാരണയായിട്ട് 40 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടാവും. ഇതിൽ വാല് ഉൾപ്പെടുന്നുണ്ട്. ശരീരഭാരം ഏകദേശം 1 മുതൽ 2.5 കിലോഗ്രാം വരെയാണ്. ശരീരം ഓട്ടറിനെ പോലെ നീളമുള്ളതും മൃദുവായിട്ടുള്ളതുമായിരിക്കും. വെള്ളത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി അനുയോജ്യമായിട്ടുള്ള രൂപമായിരിക്കും ഇവയ്ക്കുള്ളത്. ഇതിൻ്റെ കൊങ്ക് സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ പ്ലാറ്റിപ്പസിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഭാഗം അതിൻ്റെ താറാവിനെ പോലെ തോന്നിപ്പിക്കുന്ന കൊക്കാണ്. ഇത് മൃദുലവും ഫ്ലെക്സിബിളും ആയിരിക്കും. ആയിരക്കണക്കിന് സെൻസറുകളൊക്കെ ഈ കൊക്കിലുണ്ടായിരിക്കും. വെള്ളത്തിനടിയിലെ ഇരകളുടെ ചലനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ഇതവയെ സഹായിക്കുന്നുണ്ട്. ഈ കൊക്ക് ഭക്ഷണം കണ്ടെത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ഇവയുടെ രോമാവരണമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പ്ലാറ്റിപ്പസിൻ്റെ ശരീരം കട്ടിയുള്ള ജലപ്രതിരോധമായിട്ടുള്ള രോമങ്ങളാൽ രൂപപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ രോമങ്ങൾ വെള്ളം കടക്കാതിരിക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ ചൂട് ഇത് നിലനിർത്തുന്നുണ്ട്. തണുത്ത വെള്ളത്തിലും ഇത് ജീവിക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കാലുകൾ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്ലാറ്റിപ്പസിൻ്റെ കാലുകൾ നീന്തലിന് അനുയോജ്യമായിട്ട് രൂപപ്പെട്ടിരിക്കുന്നു. മുൻകാലുകൾ വെബ് ചെയ്തതാണ്. ഇത് നീന്തുമ്പോൾ ചിറക് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. പിൻകാലുകൾ നിയന്ത്രണത്തിനും ദിശ മാറ്റാൻ വേണ്ടിയൊക്കെയാണ് ഇവയെ സഹായിക്കുന്നത്. കരയിൽ നടക്കുമ്പോൾ ഈ വെബിങ് ഇവയ്ക്ക് പിൻവലിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ പ്ലാറ്റിപ്പസിൻ്റെ കണ്ണുകളും ചെവികളും ചെറുതാണെന്നാണ് ഒരു പ്രത്യേകത. വെള്ളത്തിനടിയിൽ പോകുമ്പോൾ ഇവ അടയപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ഇത് പ്രധാനമായിട്ടും കൊക്കിലെ സെൻസറുകളെ ആശ്രയിച്ചിട്ടായിരിക്കും ഇരയൊക്കെ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ ശരീര താപനില സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്ലാറ്റിപ്പസിൻ്റെ ശരീര താപനില ഏകദേശം 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് സാധാരണ സസ്തനികളെക്കാൾ കുറവായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. ഇതൊരു പ്രാചീന സവിശേഷതയായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പ്ലാറ്റിപ്പസിൻ്റെ ശരീരഘടന പ്രകൃതിയിലെ ഒരു അത്ഭുതമായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. താറാവ്, ഓട്ടർ, ബീവർ എന്നിവയുടെ സവിശേഷതകൾ ചേർന്നു പോലുള്ള ഈ ജീവി ജലജീവിതത്തിനും കരജീവിതത്തിനും തന്നെ ഒരുപോലെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇത് ജീവശാസ്ത്രത്തിലെ ഏറ്റവും അപൂർവമായിട്ടുള്ള കൗതുകരമായിട്ടുള്ള ഒരു സസ്തനിലൊന്നാണ്. ഇനി നമുക്ക് ഇവിടെ പ്ലാറ്റിപ്പസിൻ്റെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഹാബിറ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ പ്ലാറ്റിപ്പസ് ഒരു അർദ്ധജലജീവിയായിട്ടുള്ള സസ്തനിയാണ്. അതായത് ഇത് വെള്ളത്തിനടിയിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ വേണ്ടി കഴിവുള്ള ജീവിയാണ്. അതിൻ്റെ ആവാസ വ്യവസ്ഥ വളരെ പ്രത്യേകതയുള്ളതും പ്രകൃതിയുമായിട്ട് അടുത്ത ബന്ധമുള്ളതാണ്. പ്ലാറ്റിപ്പസ് പ്രധാനമായിട്ടും ഓസ്ട്രേലിയയുടെ കിഴക്കൻ പ്രദേശങ്ങളിലും ടാസ്മാനിയയിലും കാണപ്പെടുന്നുണ്ട്. ക്വീൻസ്ലാൻഡ് മുതൽ ന്യൂ സൗത്ത് വെയിൽസ്, വിക്ടോറിയ വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഇവയുടെ ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ശുദ്ധജലമുള്ള പ്രദേശങ്ങളാണ് ഇവയ്ക്ക് ഏറ്റവും അനുയോജ്യം. ഇത് ലോകത്തിലെ മറ്റു ഭാഗങ്ങളിൽ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്നില്ല. പ്ലാറ്റിപ്പസ് പ്രധാനമായിട്ടും നദികൾ, കുളങ്ങൾ, തടാകങ്ങൾ, ചെറിയ ഒഴുക്കുകൾ തുടങ്ങിയ പ്രദേശങ്ങളാണ് ജീവിക്കുന്നത്. ഇത് ശുദ്ധവും തണുത്തവുമായിട്ടുള്ള ജലമാണ് ഇഷ്ടപ്പെടുന്നത്. പ്ലാറ്റിപ്പസ് വെള്ളത്തിനടുത്തുള്ള കരകളിൽ കുഴികൾ നിർമ്മിച്ച് താമസിക്കുന്നുണ്ട്. നദീതീരങ്ങളിൽ മണ്ണ് കുഴിച്ച് നീളം കൂടിയ തുരങ്കങ്ങൾ ഇവ നിർമ്മിക്കുന്നു. ഈ കുഴികൾക്ക് 10 മുതൽ 20 മീറ്റർ വരെ നീളം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ അകത്ത് സുരക്ഷിതമായിട്ടുള്ള വിശ്രമ സ്ഥലവും പ്രജനനത്തിനുള്ള സ്ഥലവും ഒക്കെ ഉണ്ടായിരിക്കും. പ്ലാറ്റിപ്പസ് തണുത്തതും ഈർപ്പമുള്ളതായിട്ടുള്ള കാലാവസ്ഥയാണ് ഇഷ്ടപ്പെടുന്നത്. വളരെ ചൂടുള്ള പ്രദേശങ്ങളിൽ ഇവ കുറവായിരിക്കും. ജലസ്രോതസ്സുകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾക്ക് ഇവയ്ക്ക് അനുയോജ്യമായിരിക്കും. പ്ലാറ്റിപ്പസ് കൂടുതലായിട്ട് സസ്യസമൃദ്ധമായിട്ടുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. നദീതീരങ്ങളിൽ മരങ്ങളും ചെടികളും ഉള്ളതുകൊണ്ട് ഇവയ്ക്കൊരു മറയിടം നൽകുന്നുണ്ട്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ഭക്ഷണം കണ്ടെത്താൻ വേണ്ടിയൊക്കെ ഇവയെ സഹായിക്കുന്നുണ്ട്. പ്ലാറ്റിപ്പസിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ചില പ്രധാന ഭീഷണികളൊക്കെ ഉണ്ട്. ജലമലിനീകരണം, മനുഷ്യ വികസനം, വനനശീകരണം, കാലാവസ്ഥ മാറ്റം ഇവയൊക്കെ കാരണം പ്ലാറ്റിപ്പസിൻ്റെ ജനസംഖ്യയ്ക്ക് ഭീഷണി ഉയരുന്നുണ്ട്. അതായത് പ്ലാറ്റിപ്പസ് ശുദ്ധജലവും സസ്യസമൃദ്ധമായിട്ടുള്ള പരിസ്ഥിതിയും ആശ്രയിക്കുന്ന ഒരു അപൂർവമായിട്ടുള്ള ജീവിയാണ്. ജലവും കരയും ചേർന്ന ആവാസ വ്യവസ്ഥയാണ് ഇതിൻ്റെ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഈ ജീവിയുടെ നിലനിൽപ്പിനും അതിൻ്റെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടുന്നത് അത്യന്തം പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്.
ഇനി നമുക്ക് ഇവയുടെ ഭക്ഷണശീലവും അല്ലെങ്കിൽ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ പ്ലാറ്റിപ്പസ് ഒരു മാംസഭോജി ആയിട്ടുള്ള ഒരു കാർണിവോറസ് ആയിട്ടുള്ള ഒരു സസ്തനിയാണ്. പ്രധാനമായിട്ടും വെള്ളത്തിനടിയിലെ ജീവിക്കുന്ന ചെറിയ ജീവികളെയാണ് ഇത് ഭക്ഷണമാക്കുന്നത്. അതിന് പ്രത്യേകമായിട്ടുള്ള കൊക്കും സെൻസറി കഴിവുകളും ഒക്കെ ഉപയോഗിച്ച് ഭക്ഷണം ഇവ കണ്ടെത്തുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ കീടങ്ങളുടെ കീടങ്ങളുടെ ലാർവകൾ, ചെറു കീടങ്ങൾ, ചെമ്മീൻ പോലുള്ള ക്രസ്റ്റേഷ്യൻസ്, പുഴുക്കൾ, ചെറു ജലജീവികൾ ഇവയെല്ലാം നദികളും കുടകളും പോലുള്ള ജലാശയങ്ങളുടെ അടിത്തട്ടിൽ നിന്ന് ഇവ കണ്ടെത്തുന്നുണ്ട്. പിന്നെ ഇവ ഭക്ഷണം കണ്ടെത്തുന്ന രീതി ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയാണ്. പ്ലാറ്റിപ്പസ് ഭക്ഷണം കണ്ടെത്തുന്നത് അതിൻ്റെ കൊക്കിൻ്റെ സഹായത്താലാണ്. വെള്ളത്തിനടിയിൽ പോകുമ്പോൾ കണ്ണുകളും ചെവികളും ഇവ അടയ്ക്കുന്നുണ്ട്. കൊക്കിലെ ഇലക്ട്രോറപ്സ്റ്റർ സെൻസറുകൾ ഉപയോഗിച്ച് ഇരയുടെ ചലനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. മണ്ണും ചെളിയും ചേർന്ന് ഇരയെ കൊക്കിൽ ശേഖരിക്കുന്നു. ഇത് വളരെ അത്യാധുനികമായിട്ടുള്ളൊരു വേട്ടയാടൽ രീതിയാണ്. പ്ലാറ്റിപ്പസുകൾക്ക് പല്ലുകളില്ല എന്നാണ് ഒരു പ്രധാനമായിട്ടുള്ള പ്രത്യേകത. പകരം കൊക്കിനുള്ളിൽ പ്രത്യേകമായിട്ടുള്ള പ്ലേറ്റുകളുണ്ട്. ഇത് മണ്ണും കല്ലുകളും ഒക്കെ ചേർന്ന് ഉപയോഗിച്ച് ഭക്ഷണം ചവച്ചരയ്ക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. പ്ലാറ്റിപ്പസ് പ്രധാനമായിട്ടും രാത്രി, അതായത് നോക്ചറൽ അല്ലെങ്കിൽ വൈകുന്നേരം സജീവമായിട്ടുള്ള ഒരു ജീവിയാണ്. ദിവസത്തിൽ പല മണിക്കൂറുകൾ ഭക്ഷണം ഇവ തേടുന്നുണ്ട്. ശരീരത്തിൻ്റെ ഏകദേശം 20% വരെ ഭക്ഷണം ദിവസവും ഇവയ്ക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും. പ്ലാറ്റിപ്പസ് ഭക്ഷണശീലങ്ങൾ പരിസ്ഥിതിക്ക് സഹായകരമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇത് കീടങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുകയും ജല ആവാസ വ്യവസ്ഥയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്ലാറ്റിപ്പസിൻ്റെ ഭക്ഷണശീലത്തെ ബാധിക്കുന്ന ചില ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ജലമലിനീകരണം കാരണം ഇരകളുടെ കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നദികളിലെ മാറ്റങ്ങളും കാലാവസ്ഥ മാറ്റവും ഒക്കെ ഇവയുടെ ഭക്ഷണത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റിപ്പസ് വെള്ളത്തിനടിയിൽ ജീവിക്കുന്ന ചെറിയ ജീവികളെ ആശ്രയിക്കുന്ന ഒരു മാംസഭോജി സസ്തനിയാണ്. അതിന് പ്രത്യേകമായിട്ടുള്ള കൊക്കും വൈദ്യുത സെൻസറിങ് കഴിവുകളും ഇതിനെ മികച്ച വേട്ടക്കാരനാക്കുന്നുണ്ട്. ഇതിൻ്റെ ഭക്ഷണത്തിൻ്റെ ശീലം ജലപരിസ്ഥിതിയുടെ ആരോഗ്യവും നിലനിൽപ്പും ഒക്കെ പ്രതിഫലിപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ നമുക്ക് ഈ പ്ലാറ്റിപ്പസിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ പ്ലാറ്റിപ്പസ് ഒരു അത്യന്തം വിചിത്രവും കൗതുകരവുമായിട്ടുള്ളൊരു സസ്തനിയാണ്. അതിൻ്റെ പെരുമാറ്റ ശൈലി മറ്റ് സസ്തനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. ജലത്തിലും കരയിലും ഒരുപോലെ ജീവിക്കുന്ന ഈ ജീവിയുടെ ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ അതിന് പരിസ്ഥിതിയോട് ചേർന്നിട്ടുള്ളതാണ്. ഒരു രാത്രി സജീവമായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും ഇതിന്. പ്ലാറ്റിപ്പസ് പ്രധാനമായിട്ടും രാത്രി സജീവമായിട്ടുള്ള ഒരു ജീവിയാണ്. വൈകുന്നേരം മുതൽ രാവിലെ വരെ ഇവ ഭക്ഷണം തേടുന്നുണ്ട്. പകൽ സമയത്ത് കുഴികളിൽ ഇവ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവയെ സഹായിക്കുന്ന ഒരു രീതിയാണ്. പിന്നെ പ്ലാറ്റിപ്പസ് ഒരു മികച്ച നീന്തൽക്കാരനാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. വെള്ളത്തിനടിയിൽ സുലഭമായിട്ട് ഇവ സഞ്ചരിക്കുന്നുണ്ട്. മുൻകാലുകൾ ഉപയോഗിച്ച് നീന്തുകയും പിൻകാലുകൾ ഇവ ദിശ നിയന്ത്രിക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഭക്ഷണം കണ്ടെത്തുമ്പോൾ കണ്ണുകളും ചെവികളും ഒക്കെ അടച്ച് കൊക്കിലെ സെൻസറുകൾ മാത്രം ആശ്രയിച്ചിട്ടാണ് ഇവ വേട്ടയാടുന്നത്. പിന്നെ പ്ലാറ്റിപ്പസ് നദീതീരങ്ങളിൽ കുഴികൾ നിർമ്മിച്ച് താമസിക്കുന്നുണ്ട്. ഈ കുഴികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 മുതൽ 20 മീറ്റർ വരെ നീളമുണ്ടാകും. വിശ്രമത്തിനും പ്രജനത്തിനുമൊക്കെ ആയിട്ടുള്ള വേറിട്ടുള്ള കുഴികൾ ഇവ ഉണ്ടാക്കാം. സുരക്ഷിതമായിട്ടുള്ള ജീവിതത്തിന് ഇത് അവയെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവയ്ക്കൊരു ഒറ്റപ്പെട്ട ജീവിത ശൈലിയാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതൊരു സോളിറ്ററി ആയിട്ടുള്ള നേച്ചർ ആയിരിക്കും ഇവയ്ക്കുള്ളത്. പ്ലാറ്റിപ്പസ് പൊതുവെ ഒറ്റയ്ക്കായിട്ടാണ് ജീവിക്കുന്നത്. ഓരോ പ്ലാറ്റിപ്പസിനും സ്വയം പ്രദേശം, അതായത് ഓരോ ടെറിട്ടറി ഉണ്ടായിരിക്കും. മറ്റ് പ്ലാറ്റിപ്പസുകളായിട്ട് ഇടപെടൽ വളരെ കുറവായിരിക്കും. മേറ്റിംഗ് സീസണായിട്ടുള്ള സമയത്ത് മാത്രമാണ് ഇവ കൂടുതൽ ഇടപെടാൻ വേണ്ടി ഒക്കെ ഉണ്ടാകുന്നത്. പിന്നെ പ്രജനന സമയത്ത് പ്ലാറ്റിപ്പസിൻ്റെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആൺ പ്ലാറ്റിപ്പസ് പെൺ പ്ലാറ്റിപ്പസിനെ പിന്തുടർന്ന് മീറ്റിംഗ് നടത്തുന്നു. പെൺ പ്ലാറ്റിപ്പസ് കുഴിയിലേക്ക് മുട്ടയിടുകയും അവ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിന് ശേഷം അമ്മയുടെ പരിപാലനത്തിൽ വളരുന്നുണ്ട്. പിന്നെ പ്ലാറ്റിപ്പസ് സ്വയം സംരക്ഷിക്കാൻ വേണ്ടി ചില പ്രത്യേകമായിട്ടുള്ള രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. അപകടം തോന്നുമ്പോൾ ഉടൻ വെള്ളത്തിലേക്ക് മുങ്ങുകയും ആൺ പ്ലാറ്റിപ്പസ് വിഷമുള്ള സ്പെർ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്ലാറ്റിപ്പസ് തൻ്റെ പരിസ്ഥിതിയോട് വളരെ നന്നായിട്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നുണ്ട്. ജലനിലവാരം, ഭക്ഷണ ലഭ്യത എന്നിവയൊക്കെ ആശ്രയിച്ചിട്ട് പ്രവർത്തന സമയം മാറാമെന്ന് നമുക്ക് കാണാം. പരിസ്ഥിതിയെ ആശ്രയിച്ച് പ്രവർത്തനം കുറയുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. അതായത് പ്ലാറ്റിപ്പസിൻ്റെ പെരുമാറ്റം അതിൻ്റെ അതുല്യമായിട്ടുള്ള ശാരീരിക ഘടനയും ആവാസ വ്യവസ്ഥയും പ്രതിഫലിപ്പിക്കുന്നതാണ്. രാത്രി സജീവത, മികച്ച നീന്തൽ കഴിവ്, ഒറ്റപ്പെട്ട ജീവിതശൈലി എന്നിവയൊക്കെ അതിനെ മറ്റ് സസ്തനങ്ങളിൽ നിന്ന് വേറിട്ട് നിലനിർത്തുന്നുണ്ട്. ഈ പെരുമാറ്റങ്ങൾ പ്ലാറ്റിപ്പസിനെ പ്രകൃതിയിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ജീവികളായിട്ട് മാറ്റുന്നുണ്ട്. പ്ലാറ്റിപ്പസ് ലോകത്തിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ള പ്രജനന രീതിയുള്ള സസ്തനികളൊന്നാണ്. ഇത് മുട്ടയിടുന്ന സസ്തനി ആയതിനാൽ തന്നെ മറ്റ് സസ്തനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. പ്ലാറ്റിപ്പസിൻ്റെ പ്രജനന ശൈലി റെപ്റ്റൈൽസിനും മാമൽസിനും ഇടയിലെ ഒരു സവിശേഷതയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. പ്ലാറ്റിപ്പസിൻ്റെ പ്രജനനകാലം സാധാരണയായിട്ട് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളായിരിക്കും. ഓസ്ട്രേലിയയിലെ ശൈത്യകാലം മുതൽ വസന്തകാലം വരെയാണ് ഈ കാലഘട്ടം. ഈ സമയത്ത് ആൺപെൺ പ്ലാറ്റിപ്പസുകൾ തമ്മിൽ ഇടപെടൽ വർദ്ധിക്കുന്നു. മേറ്റിംഗ് പെരുമാറ്റങ്ങൾ കൂടുതലായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. പ്രജനന സമയത്ത് പ്ലാറ്റിപ്പസിൻ്റെ പെരുമാറ്റത്തിൽ ചില പ്രത്യേകതകൾ കാണാൻ വേണ്ടി സാധിക്കും. സാധാരണഗതിയിൽ മേറ്റിംഗ് നടക്കുന്ന ജീവികളെ പോലെ തന്നെ ആൺ പ്ലാറ്റിപ്പസ് പെൺ പ്ലാറ്റിപ്പസിനെ പിന്തുടരുന്നു. വെള്ളത്തിനുള്ളിൽ വലാകൃതിയിൽ നീന്തി മേറ്റിംഗ് നടത്തുന്നുണ്ട്. ഈ സമയത്ത് ആൺ
പ്ലാറ്റിപ്പസിൻ്റെ വിഷമുള്ള സ്പെർ മറ്റ് ആൺജീവികളുമായിട്ട് മത്സരിക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. പിന്നെ കുഴി നിർമ്മാണമാണ്. മേറ്റിങ്ങിന് ശേഷം പ്ലെയിൻ പ്ലാറ്റിപ്പസ് പ്രത്യേകമായിട്ടുള്ള നെസ്റ്റിംഗ് ബാരോ നിർമ്മിക്കുന്നുണ്ട്. സാധാരണ കുഴികളെക്കാൾ ഇത് കൂടുതൽ നീളമുള്ളതാണ്. അകത്ത് ഇലകളും പുല്ലുകളും ഒക്കെ ഉപയോഗിച്ച് മൃദുവായിട്ടുള്ള കൂട് ഇവ ഒരുക്കുന്നുണ്ട്. ഇത് മുട്ടയിടാൻ വേണ്ടി സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയൊക്കെ ഇവയെ സഹായിക്കുന്നുണ്ട്. പ്ലാറ്റിപ്പസ് സാധാരണയായിട്ട് 1 മുതൽ 3 വരെയുള്ള മുട്ടകളാണ് ഇടുന്നത്. മുട്ടകൾ ചെറുതും മൃദുവായിട്ടുള്ള ഷെല്ലുകളുള്ളതുമാണ്. പെൻ പ്ലാറ്റിപ്പസ് അവയെ ശരീരത്തോടെ ചുറ്റിപ്പിടിച്ച് ചൂട് നൽകുന്നു. മുട്ടകൾ വിരിയാൻ ഏകദേശം 10 ദിവസം സമയമായിരിക്കും ഉള്ളത്. ഈ കാലയളവിൽ അമ്മ മുട്ടകളെ കൃത്യമായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. പുറത്തേക്കുള്ള പ്രവേശനം തടയാൻ വേണ്ടി കുഴികളുടെ പ്രവേശനം അടയ്ക്കുന്നുണ്ട്. മുട്ട വിരിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾ വളരെ ചെറുതും ബലഹീനവുമായിരിക്കും. അവയ്ക്ക് രോമമോ കാൽശക്തിയോ ഒന്നും ഇല്ലാതെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇത് പ്ലെൻ പ്ലാറ്റിപ്പസ് കുഞ്ഞുങ്ങളെ പാൽ നൽകി പയ്യെ വളർത്തുന്നു. പ്ലാറ്റിപ്പസിന് സ്തനഗ്രന്ഥികളില്ല എന്നൊരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. പാൽ തൊലിയിലൂടെ പുറത്തേക്ക് പുറന്തള്ളുന്നുണ്ട്. കുഞ്ഞുങ്ങളത് നക്കി കുടിക്കുന്നു എന്നാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു സവിശേഷത. കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 3 മുതൽ 4 മാസം വരെ അമ്മയുടെ കുഴിയിലിരിക്കും. പിന്നീട് അവർ പുറത്തേക്ക് വരികയും സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യും. അതായത് പ്ലാറ്റിപ്പസിൻ്റെ പ്രജനന രീതി പ്രകൃതിയിലെ ഏറ്റവും അതുല്യമായിട്ടുള്ള ഒന്നായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. മുട്ടയിടലും പാൽ കൊടുക്കലും ഒരുമിച്ചുള്ള ഈ സവിശേഷത പ്ലാറ്റിപ്പസിനെ മറ്റ് സസ്തനങ്ങളിൽ നിന്ന് വേറിട്ട് നിലനിൽക്കുന്നു. ഈ പ്രത്യേകമായിട്ടുള്ള പ്രജനന രീതികൾ പ്ലാറ്റിപ്പസിനെ ജീവശാസ്ത്രത്തിലെ ഒരു അത്ഭുതകരമായിട്ട് മാറ്റുന്നുണ്ട്. നമുക്ക് ഈ പ്ലാറ്റിപ്പസിൻ്റെ ആയുസ്, ഭീഷണികൾ, ശത്രുക്കൾ തുടങ്ങിയവയെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ പ്ലാറ്റിപ്പസ് ഒരു അതുല്യമായിട്ടുള്ള സസ്തനി ആയതിനാൽ തന്നെ അതിൻ്റെ ആയുസ്, പ്രകൃതിയിലെ ഭീഷണികൾ, ശത്രുക്കൾ എന്നിവയൊക്കെ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഘടകങ്ങൾ പ്ലാറ്റിപ്പസിൻ്റെ നിലനിൽപ്പിനെയും സംരക്ഷണത്തിനുമൊക്കെ നമുക്ക് നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. പ്ലാറ്റിപ്പസ് സാധാരണയായിട്ട് കാട്ടിൽ 10 മുതൽ 15 വർഷം വരെ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സുരക്ഷിതമായിട്ടുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ 20 വർഷം വരെ ഇവ ജീവിച്ചിരിക്കാം. കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് കൂടുതലായതിനാൽ തന്നെ എല്ലാവർക്കും ഈ പ്രായം എത്താൻ വേണ്ടി സാധിക്കണമെന്നില്ല. പരിസ്ഥിതി ഘടകങ്ങളും ഭക്ഷണ ലഭ്യതയൊക്കെ ആയുസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പ്രധാനമായിട്ടുള്ള ഭീഷണി നോക്കുകയാണെങ്കിൽ ജലമലിനീകരണം, ആവാസ വ്യവസ്ഥയിലെ നാശം, കാലാവസ്ഥാ മാറ്റം, മനുഷ്യ പ്രവർത്തനങ്ങൾ, അതായത് മത്സ്യബന്ധന വലകളിൽ കുടുങ്ങി വലിക്കുന്നതൊക്കെ സാധാരണയാണ്. റോഡുകളും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആവാസ വ്യവസ്ഥയെ തളർത്തുന്ന തുടങ്ങിയ മത്സ്യപ്രവർത്തനങ്ങളൊക്കെ ഇവ ബാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നാച്ചുറൽ പ്രൊഡക്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് പാമ്പുകളാണ്. പ്രത്യേകിച്ച് വെള്ളത്തിനടുത്തുള്ള പാമ്പുകൾ ഇവയെ വേട്ടയാടുന്നുണ്ട്. പിന്നെ വലിയ പക്ഷികളാണ് കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയൊക്കെ സാധ്യതയുണ്ട്. പിന്നെ വലിയ ജലജീവികളായിട്ടുള്ള മുതലകൾ പോലുള്ള ജീവികളൊക്കെ ഇവയെ ആക്രമിക്കുന്നുണ്ട്. പിന്നെ ഫോക്സുകൾ, ഡോഗ്സ് തുടങ്ങിയ കരയിൽ വന്നപ്പോൾ ആക്രമിക്കാൻ വേണ്ടി സാധ്യതയുള്ള മൃഗങ്ങളൊക്കെ ഇവയെ ആക്രമിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. പിന്നെ പ്ലാറ്റിപ്പസിനെ സംരക്ഷിക്കാൻ വേണ്ടി വിവിധ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ജല ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കൽ, ജലമലിനീകരണം കുറയ്ക്കൽ, വന്യജീവി സംരക്ഷണ നിയമങ്ങൾ ശക്തമാക്കൽ, പൊതുജന അവബോധം വർദ്ധിപ്പിക്കൽ തുടങ്ങിയവയൊക്കെയാണ് കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റിപ്പസിൻ്റെ ആയുസ്സും ജീവിതവും അതിന് പരിസ്ഥിതിയായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളതാണ്. ജലമലിനീകരണം, ആവാസ വ്യവസ്ഥയുടെ നാശം, കാലാവസ്ഥ മാറ്റം എന്നിവയൊക്കെ വലിയ ഭീഷണിയാണ്. ഇവയുടെ സംരക്ഷണം നിലനിൽക്കുകയാണെങ്കിൽ പ്ലാറ്റിപ്പസ് ലോകത്തിലെ ഏറ്റവും അപൂർവവും അതുല്യവുമായിട്ടുള്ള സസ്യങ്ങളൊന്നാണ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ജീവിതശൈലിയും പരിമിതമായിട്ടുള്ള ഭൗതിക വിതരണവും കാരണം ഈ ജീവിയുടെ സംരക്ഷണ നില വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു വിഷയമാണ്. പ്ലാറ്റിപ്പസ് ഇപ്പോൾ IUCN റെഡ് ലിസ്റ്റ് പ്രകാരം നിയർ ത്രെറ്റൻഡ്, അതായത് ഭീഷണിക്ക് സമീപം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ഗുരുതരമായിട്ടുള്ള അപകടത്തിലല്ല, എന്നാൽ ഭാവിയിൽ അപകടത്തിലാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ജനസംഖ്യ ചില പ്രദേശങ്ങളിൽ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പ്ലാറ്റിപ്പസിൻ്റെ എണ്ണം ചില മേഖലകളിൽ കുറഞ്ഞു വരുന്നതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജലസ്രോതസ്സുകൾ കുറയുന്ന പ്രദേശങ്ങളാണ് ഇത് കാണപ്പെടുന്നത്. പിന്നെ മനുഷ്യ ഇടപെടലുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ചില മേഖലയിൽ ജനസംഖ്യ സ്ഥിരതയോടെ തുടരുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ സംരക്ഷണം നേരിടുന്ന പ്രധാനമായിട്ടുള്ള വെല്ലുവിളികൾ എന്ന് പറയുന്നത് ജലമലിനീകരണം, ആവാസ വ്യവസ്ഥയിലെ നാശം, കാലാവസ്ഥാ മാറ്റം, മത്സ്യബന്ധന വലകൾ തുടങ്ങിയവയ്ക്കാണ്. പ്ലാറ്റിപ്പസിനെ സംരക്ഷിക്കാൻ വേണ്ടി ആവാസ വ്യവസ്ഥ സംരക്ഷണം, നിയമപരമായിട്ടുള്ള സംരക്ഷണം, ഗവേഷണം തുടങ്ങിയ അവബോധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓസ്ട്രേലിയ വിവിധ സ്ഥലങ്ങളിൽ പ്ലാറ്റിപ്പസ് സംരക്ഷണ നില വ്യത്യസ്തപ്പെടുന്നുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ ഇത് പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ടാസ്മാനിയയിൽ താരതമ്യേന സുരക്ഷിതമായിട്ടുള്ള നിലയാണ് നമുക്ക് കാണപ്പെടുന്നുണ്ട്. സമഗ്രമായി പറയുകയാണെങ്കിൽ പ്ലാറ്റിപ്പസ് ഇപ്പോൾ നിയർ ത്രെറ്റൻഡ് എന്ന നിലയിലാണ്. എന്നാൽ ഭാവിയിൽ കൂടുതൽ അപകടത്തിലാകാനുള്ള സാധ്യത നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ജല ആവാസ വ്യവസ്ഥ സംരക്ഷിക്കൽ, ജലമലിനീകരണം കുറയ്ക്കൽ, മനുഷ്യ ഇടപെടലുകളുടെ നിയന്ത്രണം എന്നിവയൊക്കെ അതിൻ്റെ നിലനിൽപ്പിന് നിർണായകരമായിട്ടുള്ള കാര്യമാണ്. ഈ അതുല്യ ജീവിയെ സംരക്ഷിക്കുന്നത് പ്രകൃതിയുടെ സമതുലനാവസ്ഥ നടത്തുന്നതിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
ഇനി നമുക്ക് ഈ പ്ലാറ്റിപ്പസിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ പ്ലാറ്റിപ്പസ് ലോകത്തിലെ ഏറ്റവും വിചിത്രവും കൗതുകരമായിട്ടുള്ള സസ്തനികളിലൊന്നാണ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ചരിത്രം ശാസ്ത്ര ലോകത്തിനും മനുഷ്യർക്കുമൊക്കെ വലിയ ആശ്ചര്യങ്ങൾ നിർമ്മിച്ച ഒന്നാണ്. പ്ലാറ്റിപ്പസിനെ കുറിച്ചുള്ള അറിവ് ആദ്യം നാട്ടുകാരുടെ അനുഭവങ്ങളിൽ നിന്നും ആരംഭിച്ചു, പിന്നീട് ശാസ്ത്രീയ പഠനങ്ങളിലൂടെ വളർന്നതാണ്. ആദിവാസികളുടെ അറിവനുസരിച്ച് ഓസ്ട്രേലിയയിലെ ആദിവാസികൾ പ്ലാറ്റിപ്പസിനെ നൂറ്റാണ്ടുകളായിട്ട് അറിയാവുന്നവരാണ്. അവരുടെ കഥകളിലും പാരമ്പര്യങ്ങളിലൊക്കെ പ്ലാറ്റിപ്പസ് പ്രത്യേകമായിട്ടുള്ള സ്ഥാനമുണ്ട്. ഒരു പക്ഷിയും ഒരു ജലജീവിയും ചേർന്നുണ്ടായിട്ടുള്ള ജീവിയാണ് പ്ലാറ്റിപ്പസ് എന്നുള്ള പുരാതനമായിട്ടുള്ള കഥകളും ഇവയെ സംബന്ധിച്ചിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം യൂറോപ്യൻ ശാസ്ത്രജ്ഞന്മാർ പ്ലാറ്റിപ്പസിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. 1798 ബ്രിട്ടീഷിലേക്ക് ആദ്യം സാമ്പിളുകൾ അയച്ചു. ഈ ജീവിയുടെ രൂപം കണ്ട ശാസ്ത്രജ്ഞന്മാർ ആദ്യം ഇതൊരു വ്യാജമായിട്ടുള്ള കാര്യമാണെന്ന് കരുതി. പിന്നീട് ഇത് യഥാർത്ഥ ജീവിയായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടു. പ്ലാറ്റിപ്പസിന്റെ പ്രത്യേകതകൾ ശാസ്ത്രലോകത്തെ ഏറെ കുഴക്കിയിരുന്നു. താറാവിന്റെ കൊക്ക്, സസ്തനിയുടെ ശരീരം, മുട്ടയിടൽ തുടങ്ങിയ സവിശേഷതകൾ ഇത് റെപ്റ്റൈൽസ് ആണോ അതോ മാമൽസ് ആണോ എന്ന ചർച്ചകൾ നീണ്ടുവന്നു. അവസാനം പ്ലാറ്റിപ്പസ് ഒരു മൊനാട്രിയം ആയിട്ടുള്ള സസ്തനിയാണെന്ന് ശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ചു. 19-ാം നൂറ്റാണ്ടിൽ പ്ലാറ്റിപ്പസ് മുട്ടയിടുന്ന സസ്തനിയാണെന്ന് കണ്ടെത്തിയത് വലിയ ശാസ്ത്രീയപരമായിട്ടുള്ള മുന്നേറ്റമായിരുന്നു. ഇത് മാമൽസ് വിഭാഗത്തിൻ്റെ വ്യാഖ്യാനം തന്നെ മാറ്റിയ സംഭവമായിരുന്നു. റെപ്റ്റൈൽസിനും മാമൽസിനും ഇടയിലുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി ഇത് സഹായിക്കാൻ വേണ്ടി ഇടയായി. പ്ലാറ്റിപ്പസിൻ്റെ ചരിത്രം ഫോസിലുകൾ വഴി കൂടുതൽ വ്യക്തമാക്കുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ പൂർവ്വികർ ഉണ്ടായിരുന്നുവെന്ന് തെളിവുകൾ പറയുന്നുണ്ട്. ഇത് വളരെ പഴയ കാലം മുതൽ വലിയ മാറ്റങ്ങൾ ഇല്ലാതെ നിലനിൽക്കുന്ന ഒരു ജീവി ആയതുകൊണ്ടാണ് ഇതൊരു ലിവിങ് ഫോസിൽ എന്ന് അറിയപ്പെടുന്നത്. ഇന്നത്തെ ശാസ്ത്രലോകത്തിൽ പ്ലാറ്റിപ്പസ് വളരെ പ്രധാനപ്പെട്ട ഒരു പഠന വിഷയമാണ്. ഇതിന് DNA ഘടന റെപ്റ്റൈൽസും മാമൽസും ഇടയിലുള്ള ബന്ധം കാണിക്കുന്നുണ്ട്. പരിണാമശാസ്ത്രത്തിൽ ഇതൊരു പ്രധാനമായിട്ടുള്ള ഉദാഹരണമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റിപ്പസിന്റെ ചരിത്രം അത്ഭുതകരമായിട്ടുള്ള കണ്ടെത്തലുകളും ശാസ്ത്രീയപരമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. ആദിവാസികളുടെ അറിവിൽ നിന്ന് ആരംഭിച്ച് ആധുനിക ശാസ്ത്രലോകത്തിലേക്ക് എത്തിയ ഈ യാത്ര പ്രകൃതിയുടെ വൈവിധ്യവും അതിൻ്റെ രഹസ്യവും ഒക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്ലാറ്റിപ്പസ് ഇന്ന് ജീവശാസ്ത്ര ലോകത്തിലെ ഒരു പ്രധാന പ്രതീകമാണ്. പരിണാമത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു അതുല്യമായിട്ടുള്ള ജീവിയാണ്. അപ്പോൾ ഈ ഒരു അതുല്യമായിട്ടുള്ള ജീവിയായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ അതിഥി. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ജീവിയായിട്ട് കാണാം. ബൈ.